ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. നമ്മൾ കേരഫെഡ് LD ടൈപ്പിസ്റ്റ് അതുപോലെ കേരള വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സാം ഫോക്കസ് ക്ലാസ്സുകളാണ് നമ്മൾ ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാബ് സ്റ്റോപ്പിൻ്റെ കംപ്ലീറ്റ് പോയിന്റുകളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാത് വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ മാക്സിമം അവൈലബിൾ ആയിരിക്കും ആൻസർ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേർഡിനകത്തുനിന്ന് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള PSCയിലെ എക്സാമിനകത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ്, അതിൻ്റെ എക്സ്പ്ലെയിനിങ്ങും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. റീസെൻ്റ് എക്സാം എന്ന് പറയുമ്പം ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിനകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വന്നിട്ട് 56/2024 ആണ്. ഇതിനകത്ത് വേർഡിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ട് നാളെ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ നമ്മുടെ പഴയ പോലെ ഡെമോ കാണിച്ച് വേർഡിൻ്റെ സ്ക്രീൻ വെച്ച് തന്നെ നാളെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഇക്കഴിഞ്ഞ ട്രേഡ്സ്മാനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് അതെന്ന് പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വേർഡിനകത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് ടൈപ്പിൻ്റെ എക്സാമിനും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. റെഫർ ചെയ്ത് പഠിക്കേണ്ടവർക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ദെൻ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഇസ് നോട്ട് ഫൗണ്ട് ഓൺ ദി പേജ് ലേഔട്ട് ടാബ്. അപ്പോൾ പേജ് ലേഔട്ട് ടാബിനകത്ത് അവൈലബിൾ അല്ലാത്ത ഓപ്ഷൻ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. വേർഡിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ ചെറിയ പോയിന്റുകൾ പോലും എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിച്ചേക്കുന്നത് പെർട്ടിക്കുലർ ഇതിനെയല്ല, മീൻസ് ടാബ് ഏതാണ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഗ്രൂപ്പ് ഏതാണെന്നല്ല ചോദിച്ചേക്കുന്നത്, ഒരു പെർട്ടിക്കുലർ ബട്ടൺ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതൊക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഇസ് നോട്ട് ഫൗണ്ട് ഓൺ ദി പേജ് ലേഔട്ട് ടാബ്. പേജ് ലേഔട്ട് ടാബിനകത്ത് അവൈലബിൾ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ, മാർജിൻ, ഹൈഫനേഷൻ, കോളം. പേജ് ലേഔട്ട് ടാബ് എന്ന് പറയുന്നത് പേജ് സെറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻസ് ആണ്. കുറച്ച് ഗ്രൂപ്പുകളുണ്ട്, ഓരോ ഗ്രൂപ്പിലും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചുള്ള കുറച്ചധികം ബട്ടൺസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ശരിയായിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ആണ്. പേജ് ലേഔട്ട് ടാബിനകത്തല്ല സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ വരുന്നത്. എവിടെയാണ്? റിവ്യൂ ടാബിനകത്ത് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ പറഞ്ഞത്. അത് നമ്മൾ കൃത്യമായിട്ട് എവിടെ പഠിച്ചിട്ടുണ്ട്? സ്റ്റേറ്റസ് ബാറിൻ്റെ പ്രൂഫിംഗ് സൈഡിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് ടാബാണ് എന്നുള്ളതൊക്കെ. ആ വീഡിയോ ഞാനിവിടെ ലിങ്ക് ചെയ്ത് കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ പോയി കാണാം, അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എവിടെയാണ് ഒന്നുകൂടെ പറഞ്ഞേ, എവിടെയായിരിക്കണേ? റിവ്യൂ ടാബിനകത്ത് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ഉള്ളത്. ബാക്കിയുള്ള കണ്ടന്റുകളെല്ലാം പേജ് ലേഔട്ട് ടാബിനകത്തുള്ളതാണ്. മാർജിൻ, ഹൈഫനേഷൻ, കോളം എന്നൊക്കെ പറയുന്നത് പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന കണ്ടന്റാ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല, ഗ്രൂപ്പിൻ്റെ പേര് പഠിച്ചു പോയിട്ട് കാര്യമില്ല, ഓരോ കണ്ടന്റും സ്പെസിഫിക് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. ക്ലിയർ ആണോ? അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് പേജ് ലേഔട്ട് ടാബിൻ്റെ ആർക്കിടെക്ചർ ആണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റമാറ്റിക് ഡയഗ്രം ആണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. സ്ക്രീൻഷോട്ട് എടുത്തോ വരച്ചോ ഒക്കെ മനസ്സിലാക്കി വെക്കാം. പേജ് ലേഔട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ പേജ് ലേഔട്ട് പഠിപ്പിക്കുന്നത് കേട്ടോ. സോ പേജ് ലേഔട്ട് ടാബിൽ 5 ഗ്രൂപ്പാണുള്ളത്. തീം, പേജ് സെറ്റപ്പ്, പേജ് ബാക്ക്ഗ്രൗണ്ട്, പാരഗ്രാഫ്, അറേഞ്ച്. ഈ പാരഗ്രാഫ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ഹോമിലും ഉണ്ട്, അതുപോലെ തന്നെ പേജ് ലേഔട്ട് ടാബിലും ഉണ്ട്. ഹോമിൽ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് കണ്ടന്റ് ഉണ്ട്, പക്ഷെ പേജ് ലേഔട്ട് ടാബിലെ പാരഗ്രാഫ് ഗ്രൂപ്പിന് ആകെ 2 ബട്ടൺസേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇൻഡന്റ് അറേഞ്ച് ചെയ്യാനുള്ളതും സ്പേസിങ് അറേഞ്ച് ചെയ്യാനുള്ളതുമായിട്ടുള്ള 2 ഓപ്ഷൻസ് ആണ് പേജ് ലേഔട്ട് ടാബിലെ പാരഗ്രാഫ് ഗ്രൂപ്പിനുള്ളൂ. ബാക്കിയെല്ലാം വരുന്നത് എവിടെയാണ്? ഹോം ടാബിലെ പാരഗ്രാഫ് ഗ്രൂപ്പിനാണ്. ക്ലിയർ? ഇനി പേജ് ലേഔട്ട് ടാബിന് 5
ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. തീം, പേജ് സെറ്റപ്പ്, പേജ് ബാക്ക്ഗ്രൗണ്ട്, പാരഗ്രാഫ്, അറേഞ്ച്. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ തീമിൽ തന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്. തീം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, കളർ എന്ന ഓപ്ഷൻ, ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ, മൊത്തത്തിൽ 4 എണ്ണം ഉണ്ട്. ഓക്കെ, 4 ബട്ടൺ ഉണ്ട് എന്ന് ഓർത്തിരിക്കുക. പേജ് സെറ്റപ്പിനകത്താണ് കണ്ടോ മാർജിൻ, കോളം, ഹൈഫനേഷൻ. നമ്മളുടെ ഓപ്ഷനിൽ ചോദിച്ച 3 എണ്ണം കിടക്കുന്ന കണ്ടോ. ബാക്കിയുള്ളതും കൂടെ നോക്കുക. ഓറിയന്റേഷൻ, സൈസ്, ബ്രേക്ക്, ലൈൻ നമ്പർ, ഇതെല്ലാം പേജ് സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്തെ ഡിഫറെന്റ് ബട്ടൺസ് ആണ്. ഇനി പേജ് ബാക്ക്ഗ്രൗണ്ടിനകത്താണ് വാട്ടർമാർക്ക്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ടർമാർക്ക്, പേജ് കളറ്, നമ്മുടെ പേജിന് ബോർഡർ സെറ്റ് ചെയ്യുന്നത്, അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണുള്ളത്. പാരഗ്രാഫ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അറേഞ്ച് എന്നുള്ളതിനകത്ത് മെയിൻ ആണ് നമ്മളുടെ ടെക്സ്റ്റ് റാപ്പിംഗ്. ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന് പറയുന്നത് അക്ഷരങ്ങൾ ഇമേജിനെ പൊതിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പിക്ചറിന്റെ ചുറ്റും അക്ഷരങ്ങൾ വെച്ചേക്കുന്നത് അല്ലെ, ലെറ്ററിങ് കൊടുത്തേക്കുന്നത്. സോ അതേ രീതിയിൽ വേർഡ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് എന്ത് ചെയ്യാണ്, ഇമേജിനെ പൊതിഞ്ഞു നിൽക്കുന്ന രീതി, അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ടെക്സ്റ്റ് റാപ്പിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറെന്റ് ടെക്സ്റ്റ് റാപ്പിംഗ് മെത്തേഡ്സ് അവൈലബിൾ ആണ്, വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ടെക്സ്റ്റ് റാപ്പിംഗ്. അതുപോലെ തന്നെ അറേഞ്ച്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബ്രിങ് ടു ഫ്രണ്ട്, B2F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിങ് ടു ഫ്രണ്ട്, അതുപോലെ തന്നെ സെൻഡ് ടു ബാക്ക് ഓപ്ഷൻസ് ഒക്കെ അറേഞ്ച് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ഉള്ളത്. ഓൾമോസ്റ്റ് പേജ് ലേഔട്ട് ടാബിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഓറിയന്റേഷൻ 2 എണ്ണം ഉണ്ടെന്ന് അറിയാം, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. അതൊക്കെ ഓർത്തിരിക്കുക. ഡിഫോൾട്ട് സൈസ് എന്ന് പറയുന്നത് ലെറ്റർ ആണ്, പ്രിന്റിംഗ് സമയത്ത് A4 ആണ്. ഓക്കെ, ദെൻ കോളംസ് ഡിഫോൾട്ട് ആയിട്ട് 1 കോളാണുള്ളത്. മാക്സിമം അണ്ടർ ഡിഫോൾട്ട് കണ്ടീഷൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എത്രയാണ്, 13 കോളംസ് ആണ്. അതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ കോളം ഡയലോഗ് ബോക്സിനകത്ത് എൻ്റർ ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് കോളം എത്രയാണ്, ആ ഒരു ഫിഗർ എത്രയാണ്, 45. ഒരു കോളത്തിന് നമുക്ക് മിനിമം കൊടുക്കാവുന്ന സ്പേസിംഗ് എന്ന് പറയുന്നത്, ഒരു കോളത്തിന്റെ മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് 0.5 ഇഞ്ച് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് ഇവിടെ വെച്ച് പറഞ്ഞു, എഴുതിയെടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കില്ല എന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് പതുക്കെ എഴുതിയെടുക്കുക. ഓക്കെ, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ജസ്റ്റ് കവർ ചെയ്ത് പോകുന്നത്. ഫൈൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which template is used by default in Microsoft Word? മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് ഡീഫോൾട്ട് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഞാനിത് എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എലഗൻറ്റ്, നോർമൽ, കണ്ടംപററി, അതുപോലെ പ്രൊഫഷണൽ. ഏതാണ്? നോർമൽ ആണ്. വേർഡിന്റെ ഡീഫോൾട്ട് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആണ്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡിമെയ്ഡ് ഡോക്യുമെന്റ്സ് ആണ് ടെംപ്ലേറ്റ് അല്ലേ, അല്ലെങ്കിൽ റെഡി ടു റൈറ്റ് ആണ്. എല്ലാ കണ്ടന്റും ഉണ്ട്, ജസ്റ്റ് നമ്മളുടെ എന്താണോ എഴുതേണ്ടത് അത് കൊടുത്താൽ മതി. എല്ലാ കാര്യങ്ങളും ബാക്കി അതിനകത്ത് സെറ്റാണ്. അപ്പോൾ വേർഡിനകത്ത് ഡീഫോൾട്ട് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് നോർമൽ ആണ്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റെഡിമെയ്ഡ് ഡോക്യുമെന്റ് ആണ്. എല്ലാം അതിനകത്ത് സെറ്റാണ്. കളറ്, ബോർഡർ, മാർജിൻ, വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്താൽ മതി, അതാത് സ്ഥലങ്ങളിൽ നമ്മളുടെ കണ്ടന്റ് എന്താണോ അത് എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന നോർമൽ. വേർഡിലും എക്സലിലും വേറെയും കുറെ നോർമലുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള നോർമലാണ് ഈ ലിസ്റ്റ് ചെയ്തേക്കുന്നതെല്ലാം. നമ്മളുടെ ഡീഫോൾട്ട് മാർജിൻ്റെ പേര് നോർമൽ ആണ്. മാർജിൻ എന്ന് പറയുന്നത് 4 സൈഡും നമുക്ക് 1 ഇഞ്ച് വെച്ചാണ് നമ്മളുടെ മാർജിൻ. ആ മാർജിൻ്റെ പേരെന്ന് പറയുന്നത് എന്താ? നോർമൽ ആണ്. ഇത് വേർഡിലെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഡീഫോൾട്ട് ടെംപ്ലേറ്റ്, വേർഡിലെ ഡീഫോൾട്ട് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് നോർമൽ ആണ് നമ്മൾ പഠിച്ചു. വേർഡിനകത്ത് ഡിഫോൾട്ട് സ്റ്റൈല് നോർമൽ ആണ്. കാലിബ്രി, ബോഡി 11 ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ബ്ലാക്ക് കളറാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫോണ്ടിന്റെ ക്യാരക്ടർ, ഫോണ്ടിന്റെ കാര്യങ്ങൾ മാത്രം, ഫോണ്ട് സ്റ്റൈല്, അതുപോലെ തന്നെ ഹൈറ്റ്, ഇതൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റൈലിലാണ്. വേർഡിനകത്തെ ഡീഫോൾട്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് നോർമൽ ആണ്. ഈ പേരാണ് നോർമൽ എന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മറ്റ് ക്ലാസ്സുകളിൽ. ദെൻ ഡിഫോൾട്ട് വ്യൂ ഇൻ എക്സൽ ആൻഡ് പവർ പോയിന്റ്. പവർ പോയിന്റിലെയും എക്സലിലെയും ഡീഫോൾട്ട് വ്യൂ എന്ന് പറയുന്നത് നോർമൽ ആണ്. 2003 വേർഷനിലെ
വേർഡിൻ്റെ വ്യൂ എന്ന് പറയുന്നതും നോർമലാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോർമൽ എന്ന പേരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഡിഫോൾട്ട് മാർജിൻ നെയിം എന്ന് പറയുന്ന നോർമൽ എന്ന് പറയുമ്പം അത് 4 സൈഡും 1 ഇഞ്ച് വരുന്നതാണ്. ഡിഫോൾട്ട് ടെംപ്ലേറ്റ് എന്ന് പറയുന്ന നോർമൽ എന്താ, റെഡിമെയ്ഡ് ഡോക്യുമെൻ്റ് ആണ്. ഡിഫോൾട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന നോർമൽ എന്താ, കാലിബ്രി ബോഡി 11 പോയിന്റ് വരുന്നതാണ്. ഡിഫോൾട്ട് വ്യൂ ഇൻ എക്സൽ അങ്ങനത്തെ ഒരു വ്യൂ ആണ്. പവർ പോയിന്റിൽ വരുമ്പോൾ നമുക്ക് എഡിറ്റിംഗ് വ്യൂ അതാണ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കാൻ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഫ്ലോട്ടിംഗ് ടെക്സ്റ്റ് ബോക്സ് ദാറ്റ് ഹൈലൈറ്റ് കോഡ് ഫ്രം വേർഡ് ഡോക്യുമെന്റ്. അതായത് താഴെ പറയുന്നതിൽ ഏതാണ് ഫ്ലോട്ടിംഗ് ടെക്സ്റ്റ് ബോക്സ് ദാറ്റ് ഹൈലൈറ്റ് കോഡ് ഫ്രം ദി വേർഡ് ഡോക്യുമെന്റ്. നമ്മുടെ വേർഡ് ഡോക്യുമെന്റിനകത്ത് കോട്ടുകൾ കൊടുക്കുക. നമ്മൾ എന്താണ് ബുക്കൊക്കെ നോക്കുന്ന സമയത്ത്, പഴയ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ആരെങ്കിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ കോട്ട് ചെയ്ത രീതിയിൽ കുറച്ചും കൂടെ നമുക്ക് അറ്റൻഷൻ തരുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്കി നോട്ട്സിൻ്റെ രീതിയിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക കോളിംഗ് ഔട്ട് സിമ്പിൾസിനകത്തോ ഒക്കെ ഇട്ട് കാണാറുണ്ട്. അപ്പോൾ അതേ രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിന് സഹായിക്കുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അത് വന്നിട്ട് പുൾ കോട്ടാണ്. ഈ പുൾ കോട്ട് എന്താണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ്, എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക എന്ന് പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. എവിടെ നിന്നാണ് പുൾ കോട്ട്സ് എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസേർട്ട് ടാബിൽ നിന്ന് ടെക്സ്റ്റ് ഗ്രൂപ്പിൽ വരണം. ഇൻസേർട്ട് ടാബിലെ ടെക്സ്റ്റ് ഗ്രൂപ്പിലെ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഡിഫറെൻറ്റ് ബിൽറ്റ് ഇൻ ഓപ്ഷൻസ് ഉണ്ട്. അത് ഓരോന്നും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. സോ അതിനകത്ത് എന്തൊക്കെയാണ് പുൾ കോട്ട്സ് ഉള്ളത്, അല്ലെങ്കിൽ സൈഡ് ബാർ ഏതൊക്കെയാണെന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, പുൾ കോട്ട്സ് എങ്ങനെയാണ് എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസേർട്ട് ടാബിലെ ടെക്സ്റ്റ് ഗ്രൂപ്പിലെ ടെക്സ്റ്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ബിൽറ്റ് ഇൻ ഓപ്ഷൻസ് കുറേ കാണും. അതുവഴിയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റുക. ഇതിൻ്റെ ഒരു ലൈവ് ഡെമോ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ തന്നെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ആ പുൾ കോട്ട് എന്നുള്ള ടേം കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫീസ് ബട്ടൺ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് വേർഷൻ ഓഫ് MS Word. മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഏത് വേർഷനിലാണ് ഓഫീസ് ബട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് വേർഷനിലാണ്? ഞാൻ മിക്ക ക്ലാസ്സിലും പറഞ്ഞിട്ട് സ്ഥിരം പറഞ്ഞ് നിങ്ങൾ കേട്ട് മടുത്തിട്ടുണ്ടാവും അല്ലേ. ഏത് വേർഷനിലാണ്? 2007 വേർഷനിലാണ് ഓഫീസ് ബട്ടൺ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി പറഞ്ഞേ, ഓഫീസ് ബട്ടൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കമൻ്റ് ആയിട്ടൊന്ന് പറഞ്ഞേ, പഠിപ്പിച്ചേക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. അത് കമൻ്റ് ആയിട്ട് എഴുതൂ കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഓഫീസ് ബട്ടൺ എന്ന് പറയുന്നത് ടോപ്പ് ലെഫ്റ്റ് കോർണറിലായിട്ടാണുള്ളത്. അതിന് സർക്കിൾ ഷേപ്പാണ്. അതിനകത്ത് മൈക്രോസോഫ്റ്റിൻ്റെ ലോഗോ എനേബിൾഡ് ആണ്. പിന്നെ 2007 വേർഷനിലാണ് കൊണ്ടുവന്നത്. ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇയർ എന്ന് പറയുന്നത് 2007 ആണ്. പ്രീവിയസ് വേർഷൻസിനകത്തെ ഫയൽ മെനുവിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ബട്ടണാണ് ഓഫീസ് ബട്ടൺ. ഇത്രയാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ്, പ്രിന്റ്, ക്ലോസ്, എക്സിറ്റ് പോലെയുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഓഫീസ് ബട്ടനകത്തുള്ളത്. ഇപ്പോൾ ഓഫീസ് ബട്ടൺ ഞാൻ ഫുള്ള് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് നോക്കുക. 2007 ഓഫീസ് ബട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുക, ഇൻ മൈക്രോസോഫ്റ്റ് വേർഡ് ദ പ്രിന്റ് ടു PDF ഫീച്ചർ ഈസ് യൂസ്ഡ് ഫോർ. മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് പ്രിന്റ് ടു PDF എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. സാധാരണ രീതിയിൽ ഞാനത് കണ്ടിട്ടുള്ളത്, നമ്മൾ പ്രിന്റ് കൊടുക്കുകയാണ്. പ്രിന്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്രിന്റിൻ്റെ പേര് സെലക്ട് ചെയ്യാം, പ്രിന്ററിൻ്റെ പേര് സെലക്ട് ചെയ്യാം. ആ സമയത്ത് മൈക്രോസോഫ്റ്റ് പ്രിന്റ് PDF എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്, അവിടെയുണ്ട്. അല്ലാതെ നമുക്ക് ഓഫീസ് ബട്ടൺ വഴിയും നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ പ്രിന്റ് ടു PDF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യണേ എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താ ചെയ്യണേ? പ്രിന്റ് ദ ഡോക്യുമെന്റ് ഡയറക്ട്ലി ടു എ PDF ഫയൽ. PDF ഫയലായിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പ്രിന്റ് എന്ന് പറയുന്നത് എന്താ, ഹാർഡ് കോപ്പിയാണ്. PDF എന്ന് പറഞ്ഞാൽ എന്താ, സോഫ്റ്റ് കോപ്പിയാണ്. അപ്പം അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. പ്രിവ്യൂ ദ ഡോക്യുമെന്റ് ആസ് എ PDF ബിഫോർ പ്രിന്റിങ്. നമുക്ക് PDF ആയിട്ട് തന്നെ അത് പ്രിവ്യൂ ചെയ്യിക്കണമെന്നില്ല, അങ്ങനെയല്ല പ്രിവ്യൂ കാണിക്കാറ്. സോ രണ്ടാമത്തെ ഓപ്ഷനും തെറ്റാണ്. സെൻഡ് ദ ഡോക്യുമെന്റ് ആസ് എ PDF അറ്റാച്ച്മെന്റ് വയ ഇമെയിൽ. അതിന് വേറെ ഓപ്ഷൻ ഉണ്ട്. സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ വേറെ ഉണ്ട്. പ്രിന്റ് ടു PDF എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം. ഇനി നോക്കുക, സേവ് ദ ഡോക്യുമെന്റിനെ പ്രിന്റബിൾ PDF ഫോർമാറ്റ്. എന്താണ്? PDF
ഫോർമാറ്റിൽ ആ ഡോക്യുമെന്റിനെ സേവ് ചെയ്യാണ് ചെയ്യുക. സോ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് എടുത്ത് പ്രിന്റ് കൊടുത്ത സമയത്ത് പ്രിന്ററിന്റെ പേര് നമ്മൾ പ്രിന്റ് ടു PDF എന്ന് സെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റിന് അത് എന്ത് ചെയ്യും, PDF ഫോർമാറ്റിലേക്ക് സെറ്റ് ചെയ്യും. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നത്, നമ്മളുടെ കയ്യിൽ ഒരു 80 പേജുള്ള ഡോക്യുമെന്റ് ഉണ്ട്. അതിനകത്തെ 57 മുതൽ 60 വരെയുള്ള 3 പേജ് മാത്രം നമുക്ക് PDF ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് കൊടുത്ത് ഇതുപോലെ പ്രിന്റർ നെയിം പ്രിന്റ് ടു PDF മൈക്രോസോഫ്റ്റ് പ്രിന്റ് ടു PDF സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേജൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ആ പേജ് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ PDF ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് 2-3 ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഐ എം വെരി ഹാപ്പി ടു ആൻസർ യു. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.